പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സുവിശേഷം അവസാനിക്കുന്നത് വളരെ പരിചിതമായിട്ടുള്ള വചനഭാഗത്തോടു കൂടെയാണ്. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. 128 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, കർത്താവിനെ ഭയപ്പെടുന്നവൻ അനുഗ്രഹീതനാവും. കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ ജീവിതം മുഴുവൻ താഴ്മയോടുകൂടെ ജീവിക്കാനായി സാധിച്ചാൽ അനുഗ്രഹീതരാവുന്ന വചനം പറയണേ. ഇന്ന് ലീമായിലെ വിശുദ്ധ റോസയുടെ തിരുനാൾ ആഘോഷിക്കേണ്ട ദിവസമാണ്. ശരിക്കും മറ്റെന്തോ പേരായിരുന്നു, പക്ഷേ അവളുടെ സൗന്ദര്യം കണ്ടിട്ട്, കത്തുന്ന സൗന്ദര്യം കണ്ടിട്ട് ഈ മനുഷ്യരെല്ലാവരും കൂടി ഒരുമിച്ച് അവളെ വിളിച്ച പേരാണ് റോസാപുഷ്പം കണക്കിയ ഒരു പെൺകുട്ടി, വിശുദ്ധ റോസ. പക്ഷേ ഈ സൗന്ദര്യം തന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെന്ന്, തന്നിലൂടെ മനുഷ്യരെ ദൈവത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആവുന്നില്ല എന്ന് തോന്നിയപ്പോൾ സൗന്ദര്യം വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനിച്ചൊരു വിശുദ്ധയാണത്. സിയന്നായിലെ വിശുദ്ധ കത്രീനായെ ഇങ്ങനെ അടിമുടി അനുകരിക്കാൻ നോക്കിയൊരു വിശുദ്ധ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എനിക്ക് ജീവിച്ചാൽ മതി, കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള സുഹൃതജപങ്ങളോടെ ജീവിച്ചിരുന്നൊരു വിശുദ്ധ. കർത്താവ് എത്രമാത്രം ഉയർത്തിയെന്ന് കാണണം. ജീവിതം ഇങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് മറ്റുള്ളവരെ എല്ലാം ഈശോയിലേക്ക് അടുപ്പിക്കാനായി ശ്രമിക്കുന്ന ഒരു വിശുദ്ധ. ഒന്നാമത്തെ വായന നമ്മൾ കാണിച്ചു തരുന്നത് റൂത്തിനെയാണ്. ഇന്നലത്തെ ഒന്നാമത്തെ വായനയിൽ നമ്മളത് കണ്ടു. നവോമിയെ വിട്ടുപോകാതെ നിൽക്കുന്ന, അമ്മായിയമ്മ ഒറ്റയ്ക്കായി പോകുമെന്ന് പറഞ്ഞ് അവൾക്ക് കൂട്ടു നിൽക്കുന്ന റൂത്ത്. അവൾക്ക് വീട്ടിലേക്ക് പോവാം, അവിടുത്തെ രീതിയൊക്കെ അനുസരിച്ച് മറ്റൊരു വിവാഹം കഴിക്കാം, സ്വസ്ഥമായിട്ടുള്ള ജീവിതത്തിലേക്ക് പോകാം, കുഞ്ഞുങ്ങളെ പ്രസവിക്കാം, മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാം. പക്ഷെ റൂത്ത് തിരഞ്ഞെടുക്കുന്നത് അമ്മായിയമ്മയോടൊപ്പമുള്ള ജീവിതമാണ്. എനിക്കങ്ങനെ വേണ്ട, ഒരാളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്കങ്ങനെ സന്തോഷിക്കണ്ട എന്ന് പറഞ്ഞ് സ്വയം താഴുന്ന, ഇങ്ങനെ സ്വന്തം ജീവിതത്തെ ഉയർത്തുന്നതിന് പകരം മറ്റുള്ളവരെ ഉയർത്താനായി ഇങ്ങനെ ഒരു ചവിട്ടുപടിയാവുന്ന റൂത്തിനെ നമ്മൾ കാണും. അതിന് കർത്താവ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ബോവാസ് പറയുന്നുണ്ട്, ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതമായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം എനിക്കറിയാം. നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾ പിന്നീട് റൂത്തിന് ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ, ബോവാസിൽ നിന്നൊരു കുഞ്ഞു ജനിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നതും നമ്മൾ കാണും. അനുഗ്രഹങ്ങളാണ്. ബോവാസിന് ഇവളെ ഒരുപാട് ബഹുമാനമാവുന്നു. അത് വിവാഹത്തിൽ കലാശിക്കുന്നു, അവർക്കൊരു കുഞ്ഞു ജനിക്കുന്നു. സന്തതികളെ നൽകി അനുഗ്രഹിച്ചതിന് നവോമിയോടൊപ്പം ജനങ്ങൾ നന്ദി പറയണം. റൂത്താണ് കാരണക്കാരി. ചില അമ്മായിയമ്മമാർ വന്നിട്ട് നമ്മളുടെ അടുത്ത് ഇങ്ങനെ കമൻറ്റ് ചെയ്യാറുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ, അച്ചോ ആ പെങ്കൊച്ച് കയറി വന്നപ്പോൾ തുടങ്ങി എന്തൊരു വെട്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ. എന്തൊരു സന്തോഷം നൽകുന്ന കമൻ്റാണെന്ന് ഓർക്കണം. അമ്മായിയമ്മ വന്നിട്ട് മരുമകളെ കുറിച്ച് പറയാണ്, ആ പെങ്കൊച്ച് കയറി വന്നപ്പോൾ തുടങ്ങി എന്തൊരു വെട്ടമാണ് ഞങ്ങളുടെ വീട്ടിൽ. ചില മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ ഇങ്ങനെ വെറുതെ ഹൈപ്പ് കൊടുക്കുന്നതല്ല, എന്തൊരു അഭിമാനത്തോടു കൂടിയാണ് നമ്മുടെ മുൻപിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അച്ഛാ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല, പക്ഷേ എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് അവൻ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കണേ. അച്ഛാ പള്ളിയിൽ ആരും പറയാതെ പോയി മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മോളെ കണ്ടിട്ടുണ്ട്. കുടുംബ പ്രാർത്ഥനയ്ക്ക് ഈ തീരെ ചെറിയ പ്രായത്തിൽ പോലും ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു കൊണ്ടുവന്നിരുത്തുന്ന മക്കളെ കുറിച്ച് അപ്പനും അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അഭിമാനം കൊണ്ട് അവരുടെ മുഖം തുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മരിച്ചുപോയിട്ടും അപ്പനെ അമ്മയെ നെഞ്ചിലേറ്റി നടക്കുന്ന മക്കളുടെ ഓർമ്മകളുണ്ട്. ജീവിച്ചിരിക്കുന്ന അപ്പനെ അമ്മയെയും കുറിച്ച് എല്ലാവരുടെയും മുൻപിൽ, കഴിഞ്ഞ ദിവസവും കണ്ടൊരു വീഡിയോ, ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സെറിമണിയാണ്. അവിടെ അമ്മ വീൽ ചെയറിലിരിക്കുന്നുണ്ട്. ആ വീൽ ചെയറിൽ നിന്ന് അവൻ താഴെ വന്ന് വീൽ ചെയറിൽ നിന്ന് അമ്മയെ പൊക്കിയെടുത്തുകൊണ്ട് പോയിട്ട് ഈ സർട്ടിഫിക്കറ്റ് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന രംഗമൊക്കെ കണ്ടായിരുന്നു.
ഇങ്ങനെ സ്വയം താഴ്ന്ന് മറ്റുള്ളവരെ ഉയർത്താൻ നോക്കുന്ന മനുഷ്യരൊക്കെ എന്തൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കണമെന്നറിയാവോ? അവരെ കർത്താവ് എത്രമാത്രം ഉയർത്തുമെന്നറിയാവോ? ഇങ്ങനെ കുടുംബം ഒരുമിച്ചിരിക്കുന്ന ഈ നേരത്ത് പരസ്പരം ഒന്ന് നോക്കി, പരസ്പരം ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ഒരു ചാൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക്? നല്ലത് പറയിപ്പിച്ചിട്ടുണ്ടോ അവരെ കൊണ്ട്? എത്രമാത്രം വലിയ സാധ്യതയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ചേർത്ത് പിടിച്ച് ബലം കൊടുക്കാനും ഇങ്ങനെ അഭിമാനം ഉള്ളിൽ നിറയ്ക്കാനുമൊക്കെ ഒരുപാട് സാധ്യതകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു, ചാൻസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും ഭാരമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പരസ്പരം കൊടുക്കാനായിട്ടില്ലല്ലോ എന്ന സങ്കടത്തോടെ വേണം ഈശോയുടെ മുൻപിൽ ഇരിക്കാൻ. എന്നിട്ട് ജീവിതം ഒന്ന് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കൂടെയുള്ളവർക്ക് ബലമാകാനും അഭിമാനങ്ങളാവാനുമുള്ള നമ്മളുടെ സാധ്യതയെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്ന് താഴ്ന്നു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എത്ര സ്വസ്ഥതയുണ്ടാകുമായിരുന്നു, എത്ര ഉയരങ്ങളിലേക്ക് അവർ കയറിപ്പോകുമായിരുന്നു. ഞണ്ടിനെ കണക്കെന്ന് നമ്മളെക്കുറിച്ച് ചിലരെങ്കിലും കമൻറ്റ് പാസ്സാക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരാൾ ഉയരത്തിലേക്ക് കയറുന്നത് കണ്ടാൽ കാലുമ പിടിച്ച് നിലത്തേക്കിടുന്നൊരു സ്വഭാവം. അത് വീട്ടുകാരുടെ ഇടയിലാവുമ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നൊരു വാക്കുപോലും പറയാതെ ഇത്ര കാലം നമ്മൾക്ക് എങ്ങനെയാണ് ഒരു കുടുംബം എന്ന് പറഞ്ഞ് ജീവിക്കാൻ പറ്റിയെന്നറിയില്ല. തമ്പുരാനെ, ഒന്ന് താഴ്ന്നു കൊടുത്ത് ചവിട്ടുപടിയായി നിന്ന് കൂടെയുള്ളവരെ ഉയർത്തുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ ഒപ്പമുള്ളവർക്കൊരു വലിയ ബലമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുറച്ച് കാലം കഴിയുമ്പോൾ ഇങ്ങനെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ മാത്രം കണ്ണിലൊരിത്തിരി ഒന്ന് പൊടിഞ്ഞ് മാത്രം ഓർത്തെടുക്കുന്ന വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനൊക്കെ ഈശോയെ ഞങ്ങളെ പരസ്പരം ഒന്ന് ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, സ്നേഹം പഠിപ്പിക്കണേ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് അനുഗ്രഹത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശുമരണത്തോളം താഴ്മയുള്ളവനായ ക്രിസ്തു നമ്മളെ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്നാണ് ഉയർത്തിക്കൊണ്ടുവന്നതെന്ന് ഓർമ്മയുണ്ടാവണം. ഈ തിരുവോസ്തിയിൽ ഇത്രമാത്രം ചെറുതാകാൻ മനസ്സായ ക്രിസ്തു നമ്മളെ സ്വർഗത്തോളം ഉയർത്താൻ മനസ്സായി എന്ന് ഒന്ന് തിരിച്ചറിവുണ്ടാവണം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ മാതാവ് സ്വർഗത്തെ തന്നെ ഭൂമിയിലേക്ക് എത്തിക്കാനായി കാരണക്കാരിയായി എന്നറിയണം. ഒന്ന് താഴ്ന്നു കൊടുത്താൽ സ്വർഗമിറങ്ങി വരുമെന്നേ. കുടുംബം ഇങ്ങനെ കൊതിപ്പിക്കുന്നൊരിടമായിട്ട് മാറും. അതിന് ഒന്ന് താഴ്മയുള്ളവരാകാനും കൂടെയുള്ളവരുടെ ചവിട്ടുപടികളാകാനും അവർക്ക് അഭിമാനിക്കത്തക്ക വിധത്തിൽ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഇടപെടലുകൾ നടത്താനും ഞങ്ങൾക്കും സാധിക്കട്ടെ എന്ന അപേക്ഷയോടുകൂടെ നമുക്ക് ഉറങ്ങാനായി പോവാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.